കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ത്യാഗപ്രവർത്തനമെന്നാണ് ജിഹാദ്. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ജിഹാദല്ല, ത്യാഗം, നന്മക്ക് വേണ്ടി ത്യാഗം വഹിക്കുക എന്ന ആ പ്രവർത്തനമുണ്ടായി. ഇതിന് തന്നെയാണ് സലഫി പ്രസ്ഥാനം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദ്യത്തെ സംബോധിതരായ സഹാബത്തുകളും അനുയായികളും അതിന് ശേഷമുള്ളവരും വന്ന ആ പൂർവികന്മാരുടെ പ്രസ്ഥാനം അങ്ങനെയാണ് ഇവിടെ ഉണ്ടായി വളർന്നു വന്നത്. ആ ഉത്തമ നൂറ്റാണ്ടുകൾ ആ ഇസ്ലാമിനെ തനിമയോടുകൂടി നിലനിർന്നെങ്കിലും പിന്നീട് അനാചാരങ്ങൾ വന്നപ്പോൾ അനാചാരങ്ങൾക്കെതിരിൽ അതത് കാലഘട്ടത്തെ പണ്ഡിതന്മാർ, അതിൽ അഇമ്മത്തുൽ അർബഅത്തുണ്ട്, ആ സഹാബിമാരുണ്ട്, സഹാബിമാരുടെ താബിയുകളുണ്ട്, ഭരണകർത്താക്കളായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകളുണ്ട്, നബിയിൽ നിന്ന് നേരിട്ട് കേട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അബൂ മൂസൽ അശ്അരി, അബ്ദുല്ലാഹി ബിൻ ഉമർ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹും. അതിനുശേഷം അവരുടെ പിൻഗാമികളായ അഇമ്മത്തുൽ അർബഅ, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ അംബൽ റഹ്മത്തുള്ളാഹി അലൈഹിം, അവരെ പോലെയുള്ള മഹാന്മാരുണ്ടായിരുന്നു. അവരെ പിന്തുടർന്ന് ജീവിച്ച ഒരുപാട് വലിയകളും സാലിഹികളുമായിട്ടുള്ള അബ്ദുൽ ഖാദിർ ജീലാനി, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ പോലെയുള്ള പിൽക്കാലത്ത് ലോകത്ത് വലിയായി അറിയപ്പെട്ട അവരൊക്കെ ഈ ഇസ്ലാമിന്റെ തനിമയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ വന്ന നവോത്ഥാനത്തിന്റെ നായകന്മാരായിരുന്നു.